ഇനി കുറച്ച് സമയം നോക്കണം നിങ്ങളെ. എന്താ ഒരു തിളക്കം? കോംബോ കണ്ടോ അല്ലേ? എന്താ സ്റ്റൈല്? രണ്ട് ഗുണ്ടകളാണോ? അതെ. ഒരു സംശയമുണ്ട്. ഇരിക്കട്ടെ ഇടിക്കട്ടെ. ഇടിക്കാനോ? അയ്യോ ഇതെങ്ങനെ ഇത്ര മക്കളെ, ഞാൻ പാവല്ലേ? പാവണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ ഗുണ്ടയാണ്, ഞങ്ങൾ ഇടിക്കും കേട്ടോ. അയ്യോ സംസാരം കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. ഇതായിരിക്കും രാജു കാ ബച്പൻ കി ആംബിഷൻ. രാജുവിന്റെ ചെറുപ്പത്തിലെ ആംബിഷൻ. ഉസ്കെ പിതാ കെ തരഹ. അവന്റെ അച്ഛനെ പോലെ മൻസൂർ ഗുണ്ട ബനന ഥാ. ഗുണ്ടയാവണമെന്നായിരുന്നു. അല്ല രാജു ആരെ രാജുമോൻ? രാധേ രാജു അല്ല ഇത്. മൻസൂർ ആരാ? നമുക്കൊന്നും അറിയാത്ത ഏതോ അധോ ലോകത്തെ പറ്റിയാണ്. രാജുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് ബച്പൻ സേ എന്താ വെച്ചാ അച്ഛനെ പോലെ ഒരു മൻസൂർ ഗുണ്ട ബന്ന, ഒരു ഉഗ്രൻ ഗുണ്ടയാവുക എന്നുള്ളതാണ് രാജുവിന്റെ ആഗ്രഹം. ഇത് കിങ് ഓഫ് കൊത്തയല്ലേ? അതിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ. അങ്ങനെ ആയിരുന്നോ? അയ്യോ സിനിമയൊക്കെ കാണണം കേട്ടാ. ഞങ്ങള് കണ്ടതാ. എന്ന് പറഞ്ഞ രാജുമോനെയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നു ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ആ കംപ്ലീറ്റ് ഡയലോഗ്. രാജാവിന്റെ മകനില്ലേ രാജമോഹൻ? നമ്മൾ പല രാജമോനെ പറ്റി ചിന്തിക്കും. രാജേട്ടന്റെ സിനിമയിലില്ലേ? അപ്പൊ ഏതാ പാട്ട്? കലാപക്കാരാ. കലാപം സൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മ്യൂസിക് കമ്പോസറാണ് ജേക്സ് ബിജോയ്. ഈസ് വെരി വെരി ഗുഡ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്. ഒരുപാട് കമേഴ്ഷ്യൽ ഹിറ്റ്സ് ഉണ്ട്, അതുപോലെ മ്യൂസിക്കൽസ് ആണ്. അതിന് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ആണ് അല്ലേ ജേക്സ്? ഹായ് ജേക്സ്, ഓൾവേസ് പ്രൗഡ് ഓഫ് യു. അപ്പൊ നമുക്ക് കലാപക്കാരനിലേക്ക് പോവാം. അതിനു മുമ്പ് കോസ്റ്റ്യൂം എവിടെന്നാ? അതെ, ഒരുപോലെ ഒരുപോലെ നല്ല രസമായിട്ട്. നമ്മുടെ ചാലക്കുടി. ശരി, അപ്പൊ എസ്തറിന്റെ അമ്മയായിരിക്കും. തയ്പ്പിച്ചോ അപ്പൊ? ഓ അടിപൊളി. എല്ലാം ഒരുപോലെ മൊത്തത്തില് കമ്മലും മാലയും നല്ല ഇഷ്ടായി. ചാലക്കുടി ചന്തന്നാണോ കുഞ്ഞാറ്റെ? അതെ അതെ. പാട്ട് കേൾക്കാം. അപ്പൊ രണ്ടുപേരും ഡ്യുവറ്റ് പാടാൻ പോവാണ്. QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കുഞ്ഞാറ്റയ്ക്കും എസ്തർ കുട്ടിക്കും വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഗുണ്ടാസ്. വരികയാ കട്ടായം ഞങ്ങൾ എതിരട മൊത്ത
വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാര കേറ്റും നോക്കാതിടം ബലം പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം ഞങ്ങൾ ഒരു ഗുണ്ടാ വിളയാട്ടം. രണ്ടുപേരും അങ്ങോട്ട് കൂടി മത്സരിച്ചാ പാടി. മത്സരിച്ച് പാടി കറക്റ്റ്. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നില്ലേ, എന്നിട്ട് ഒരൊറ്റ അലക്കല്ലേ. വരികയാ കട്ടായം ഞങ്ങൾ എതിരടാ കൂട്ടര മടിമയാ. പിന്നെ ഡാൻസോ എന്നും അടിപൊളി സൂപ്പർ ഡാൻസ് നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു മൂവ്മെന്റ്സ്. പക്ഷെ അതേസമയം കോമ്പറ്റീറ്റീവ് ആയിട്ടും തോന്നി. അതെ, രണ്ടുപേരും ഡാൻസിനും കോമ്പറ്റീഷൻ, പാട്ടിനും കോമ്പറ്റീഷൻ. പാട്ടിലും competition. നിങ്ങൾ കൊള്ളാല ആൾക്കാർ. നല്ല സ്റ്റെപ്പ് ആയിരുന്നു എല്ലാം. നല്ല സ്റ്റെപ്സ് ആയിരുന്നു. മധുവിനെ ആര്യയുടെയും കൂടെ ഡാൻസ് സ്റ്റെപ്സ് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് വേണേ ഒന്നുകൂടെ കളിക്കാം. ലാസ്റ്റ് ഭാഗം അത് പാടോ നന്നായിരിക്കും. പാടോ. എല്ലാരും പല പല സ്റ്റെപ്സ് ആവും. അത് അത് ശരിയാ. കുഴപ്പമില്ല. ഇവരെ നോക്കി കളിക്കാം. നിങ്ങൾ സ്റ്റെപ്പ് ഇടും, നമ്മളെ നോക്കി കളിക്കാം. ആ ഇവര് കളിക്കാത്തൊരു സാധനം ഉണ്ട്. പുറത്തു വിടാത്തൊരു സാധനം ഉണ്ട്. അതെന്താ നിങ്ങള് അത് കളിച്ചില്ല. ഒറിജിനൽ സ്റ്റെപ്പ് അന്നാ അത് Step കളിക്കേ. ഉണ്ടായിരുന്നോ? ഓക്കെ, അത് ചെയ്യാം. ആ സ്റ്റെപ്പിന്റെ ഇടയ്ക്ക് എനിക്ക് കണ്ണട വെക്കണം ഒരു അതാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു സ്റ്റെപ്പ് അല്ലേ ഏകദേശം. എങ്ങനെയായിരുന്നു? അതെങ്ങനെയാ? അതെങ്ങനെയാ അത്? കലാപക്കാര ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം. നമ്മളായിട്ട് വേറെ സ്റ്റെപ്പ് കളിക്കാൻ പറ്റും. കളക്കി. ലാ ജവാബ്. അയ്യോ, ഇതാണോ മിസ്സാക്കിയ സ്റ്റെപ്പ്? മാസായിരുന്നല്ലേ? അതെ, ആയിരുന്നു സൂപ്പർ ആയിരുന്നു. രണ്ടുപേരുടെ ശബ്ദം പിന്നെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ പാട്ട് ഇന്ന് പാടിയതിൽ ഏറ്റവും രസം. എസ്പെഷ്യലി ആ ഹാർമണി പാടിയില്ലേ, ഹാർമണീസ് പാടിയപ്പോഴത്തേക്കും ശരിക്കും രണ്ടുപേരുടെയും ശബ്ദം ബാലൻസ് ആയി ഒരുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരുടെയും നല്ല ബോൾഡ് ആയിട്ട് നല്ല തെളിഞ്ഞ ശബ്ദമായിരുന്നു. രണ്ടുപേരും വളരെ സോളിഡ് ആയിരുന്നു. സോളിഡ്. ഇതിന്റെ കൊറിയോഗ്രാഫി ആരാണ്? എന്റെ അമ്മേന്റെ അനിയത്തി. അമ്മയുടെ അനിയത്തിയോ? അമ്മയുടെ അനിയത്തി തുടങ്ങിയോ? അത് ശരി. അമ്മയുടെ അനിയത്തിയുടെ വന്നിട്ടുണ്ടോ? കൊറിയോഗ്രാഫി ചെയ്യുന്നത് മറ്റേ ആണോ? ഫ്ലെമിംഗോ സ്റ്റെപ്പ്. അപ്പൊ ഈ അമ്മയുടെ അനിയത്തി എവിടെ വന്നാ പഠിപ്പിച്ചേ? അവിടേക്ക് വന്നോ? പഠിപ്പിക്കാൻ വേണ്ടി അവിടെ വരാം. ചുമ്മാ വന്നപ്പോ പഠിപ്പിച്ചിട്ട് അങ്ങ് പോയി. ഇത് എത്ര കൊറിയോഗ്രാഫേഴ്സ്. അപ്പൊ അമ്മയാണോ അനിയത്തിയാണോ നല്ല ഡാൻസർ? അനിയത്തിയാണോ ഡാൻസർ? ഓ, അനിയത്തിയാണോ ഡാൻസർ എന്ന്. എന്തായാലും കൊള്ളാട്ടെ, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ നാച്ചുറൽ പെർഫോമൻസ് ആണ്. ഡാൻസ് ചെയ്യുമ്പോഴേ ഗ്രേസ്, അതെ, നല്ല ഗ്രേസ് ഉണ്ട്. ഒരുപോലെയാണ്. പക്ഷെ എന്നാലും അതിൽ വൈവിധ്യമുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റ ചെയ്യുന്ന പോലെ അല്ല, എസ്തറെ പോലെ അല്ല കുഞ്ഞാറ്റ. രണ്ടുപേരെയും പോലെ അല്ല, രണ്ടുപേരും ഒന്നും പറഞ്ഞു. ഒന്നും പറയാനില്ല. ഞാൻ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആദ്യമേ ഒരു അവസാനം വരെ രണ്ടുപേരും
മത്സരിച്ച്. ഞാൻ ഈ പേന ഇനി തൊടാനും ഉദ്ദേശിച്ചില്ല. അയ്യോ അതാണ് ഇത് മാസമല്ലേ ഇതിനൊന്നും എഴുതാനാ. അയ്യോ ഞാനും തൊട്ടിട്ടില്ല കൈ കൊണ്ട് പേന. യെസ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വരുമ്പോൾ നമ്മൾ നിങ്ങൾക്കായി കരുതുന്നത് എന്താണ് എന്ന് നമുക്ക് എംജിയോട് ചോദിച്ചു. ചോദിച്ചു നോക്കാം. കുഞ്ഞാറ്റയ്ക്ക് 90, എസ്തർ കുട്ടിക്ക് 89. 90. 90 തന്നെയാണോ? ആയിക്കോട്ടെ, 89. 89. ഇനി അതിന്റെ കൂടെ എത്ര കൂട്ടും എന്നുള്ളതാണ് പരിപാടി. ഓക്കെ, 89 പ്ലസ് 11. യെസ്. എത്രയാ? 89 പ്ലസ് 11. 101. 101. പറഞ്ഞോ, 99 പറഞ്ഞോ. 99. പറഞ്ഞോ. 99 പ്ലസ് 11 ഈക്വൽസ് 99. പറഞ്ഞോ. 89 plus 11 equals 99. പറഞ്ഞോ. ശരിയാണോ? ശരിയാണോ? 89 plus 11 equals to 99. മാർക്ക് 99. നോ 100 on 100. Thank you, sir. For you and for Kunyacha. 90 plus 9 plus 1. 100. രണ്ടുപേർക്കും 100. Yes. 1-2 സ്റ്റാർസ് കൊടുക്കും. 5 star. Yes. അപ്പൊ രണ്ടുപേർക്കും 100 out of 100 plus 5 stars. പോരട്ടെ ഒരു മധുരം മഴ. എടുത്തോ, രണ്ടുപേരും എടുത്തോ. സംശയമില്ലല്ലോ, മധുകൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ ആണ് രണ്ട്.